നമസ്കാരം, VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാഷണൽ ഫെഡറേഷൻ ഓഫ് ടെലികോം എംപ്ലോയീസ് ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടന്നു. ES ബിജിമോൾ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അരനൂറ്റാണ്ട് പിന്നിട്ട് സംഗീത പാരമ്പര്യവുമായി ആയിരക്കണക്കിന് ശിഷ്യരുടെ സംഗീത ഗുരു 80ാം പിറന്നാൾ നിറവിൽ. സുരേന്ദ്രനാഥ് തിരുവിഴയാണ് സംഗീതത്തിലെ ഈ കുലപതി. തൊടുപുഴ പാല റോഡിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം റോഡ് ടൈൽ പാകി ഗതാഗത യോഗ്യമാക്കുന്നതിനുള്ള പണികൾ ആരംഭിച്ചു. നേതാജി സോഷ്യലിസ്റ്റ് ഫോറം നേതൃത്വത്തിൽ പെരുമ്പിള്ളച്ചിറയിൽ ധർണ നടത്തി. പെരുമ്പിള്ളച്ചിറ ഏഴലൂർ റോഡ് അടിയന്തരമായി ഓടകൾ പുനരുദ്ധരീകരിച്ച് വീതി കൂട്ടി ഉടൻ ടാറിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ടാണ് ധർണ നടത്തിയത്. കാളിയർ എസ്റ്റേറ്റിൽ കൗതുക കാഴ്ചയെത്തി കലമാൻ കിണറ്റിൽ വീണ് ചത്തു. വനപാലകർ വനത്തിലേക്ക് ഓടിച്ചു കയറ്റുന്നതിനിടെ ഭയന്നോടിയ കലമാൻ കിണറ്റിൽ വീണാണ് ചത്തത്. വാർത്തകൾ വിശദമായി. നാഷണൽ ഫെഡറേഷൻ ഓഫ് ടെലികോം എംപ്ലോയീസ് ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ES ബിജിമോൾ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തലമുറയ്ക്ക് കഴിയാനുള്ളതൊക്കെ സമ്പാദിച്ചിട്ടുണ്ട്. പിന്നെയും ഭരണകർത്താക്കളുടെയും എക്സിക്യൂട്ടീവുകളുടെയും ആർത്തി തീരുന്നില്ല എന്നുള്ളതാണ് നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബോംബെയിൽ നിന്ന് ഒരു മുറിയിൽ നിന്ന് പിടികൂടിയ കള്ളപ്പണത്തിന്റെ കെട്ടുകൾ ഫോട്ടോ വാട്സപ്പിലൊക്കെ വന്നു. ഓരോ സെക്കൻഡിലും നമ്മളെ ഞെട്ടിക്കുന്ന, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കഥകളാണ് ഓരോ നിമിഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരും ചോദ്യം ചെയ്യാത്ത ഒരു മേഖലയാണ്. മംഗളയാൻ മുകളിലേക്ക് പോയി വിട്ടു. എത്ര കോടി ചെലവഴിച്ചു എന്നുള്ളത് വിവരാവകാശത്തിന് വരുന്നത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട, ശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിലല്ല. നമ്മൾ എത്ര ടെൻഷൻ അടിച്ചിട്ടോ ഓരോന്നും കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. ഇപ്പൊ ചന്ദ്രയാൻ മുകളിലേക്ക് പോയ സമയത്ത് ചന്ദ്രയാൻ മുകളിലേക്ക് പോയി, ഭ്രമണമൊക്കെ കറക്റ്റാണ്. ഒരു 1:30 മണിയായപ്പോൾ ഒരു സാർ വിളിച്ചിട്ട് ചോദിച്ചു, സാറേ ഓർമ്മയാണ് തൊട്ട് മക്കളുടെ സ്ഥിതി എന്നാണെന്ന് അറിയാൻ ടെൻഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അത്യാവശ്യം നോക്കി ഇരുന്നിരിക്കുകയാണ്. ചന്ദ്രയാന്റെ ഭ്രമണപഥം തെറ്റി എന്ന് ദിശ AITUC ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘ കൺവീനർ സുനിൽ കുമാർ, G. മുരളീധരൻ, ലതിക G. നായർ, K. രാധാകൃഷ്ണൻ, SP. മോഹൻകുമാർ, പുഷ്പരാജ്, ബഷീർ, ഷംസുദ്ദീൻ, KT. ഉണ്ണികൃഷ്ണൻ, PJ. ജിനീഷ് കുമാർ, KP. മനീഷ്, മീർ ഹുസൈൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കോതമംഗലത്ത് വീട്ടിലൊളിച്ച് പാമ്പിനെ പിടികൂടുന്നതിനിടെ പാമ്പ് പിടുത്തക്കാരന് കടിയേറ്റു. പാമ്പിനെ പിടികൂടി വനപാലകരെ ഏൽപ്പിച്ചതിന് ശേഷമാണ് കടിയേറ്റ പാമ്പ് പിടുത്തക്കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഈ മേഖലയിൽ വിഷപ്പാമ്പുകളെ വീടുകളിൽ കാണുന്നത് പതിവായിരിക്കുകയാണ്. രാജവെമ്പാലയും മൂർഖനുമാണ് വീട്ടകങ്ങളിലേക്ക് വിഷം ചീറ്റിയതെന്ന് പ്രമുഖർ. മിക്കവാറും എല്ലാ പാമ്പുകളെയും പിടികൂടി വനപാലകരെ സഹായിക്കുന്നത് പാമ്പുപിടുത്തക്കാരനായ മാർട്ടിൻ മേക്കമാലിയും. മാർത്തോമ സിറ്റിക്കടുത്ത് തോമസിന്റെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ മൂർഖൻ കയറിയത്. പതിവ് പോലെ ബൈക്കിലെത്തിയ വനപാലകർ പാമ്പിനെ പിടിക്കാൻ മാർട്ടിനെയും വിളിച്ചു വരുത്തി. പലവട്ടം പത്തി വിടർത്തിയ മൂർഖൻ മാർട്ടിന് നേരെ ചീറിയെടുത്തു. ശ്രമം തുടരുന്നതിനിടെയാണ് മാർട്ടിന് കടിയേറ്റത്. കടിയേറ്റിട്ടും പിന്മാറാൻ കൂട്ടാക്കാതിരുന്ന മാർട്ടിൻ സഹായി സാലുവിനൊപ്പം ചേർന്ന് പാമ്പിനെ പിടികൂടി വനപാലകരെ ഏൽപ്പിച്ചു. പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം മാർട്ടിനെ കോലഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. വിഷപ്പാമ്പുകൾ വ്യാപകമായതോടെ ഭീതിയോടെയാണ് വടാട്ടുപാറയിലെ നാട്ടുകാരുടെ ജീവിതം. അരനൂറ്റാണ്ട് പിന്നിട്ട് സംഗീത പാരമ്പര്യവുമായി ആയിരക്കണക്കിന് ശിഷ്യരുടെ സംഗീത ഗുരു 80ാം പിറന്നാൾ നിറവിൽ. ബന്ധുക്കളും ശിഷ്യരും ചേർന്ന് പിറന്നാൾ ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. സുരേന്ദ്രനാഥ് തിരുവിഴയാണ് സംഗീതത്തിലെ ഈ കുലപതി. 1936 മാർച്ച് മാസത്തിൽ ചോതി നക്ഷത്രം നാളിൽ ചേർത്തല തെക്ക്
തിരുവിഴ ക്ഷേത്രത്തിന് സമീപം TN ശ്രീധരപ്പണിക്കരുടെയും പങ്കജാക്ഷി അമ്മയുടെയും മകനായാണ് സുരേന്ദ്രനാഥിന്റെ ജനനം. സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം ചേർത്തല പത്മനാഭൻ ഭാഗവതരുടെ കീഴിൽ 5 വർഷത്തോളം സംഗീതാഭ്യസനം നടത്തുകയും ഗുരുവിന്റെ അനുഗ്രഹാശീസുകളോടെ തൃപ്പൂണിത്തറ RLV മ്യൂസിക് അക്കാദമിയിൽ നിന്നും 1962 ഗാനഭൂഷണം പാസ്സാവുകയും ചെയ്തു. തിരുവിഴ ജയശങ്കർ, KJ യേശുദാസ്, ചന്ദ്രോത്ഭവൻ, ചേർത്തല ഗംഗാധരൻ, അറക്കുളം ദേവരാജൻ തുടങ്ങിയവരെല്ലാം സതീർത്ഥരായിരുന്നു. 1962 തലശ്ശേരി സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ സംഗീത അധ്യാപകനായി. 1966 തൊടുപുഴ താലൂക്ക് തഹസീൽദാരായിരുന്ന MB ഗോപാലകൃഷ്ണൻ നായരുടെ ആവശ്യപ്രകാരം അദ്ദേഹത്തിന്റെ പുത്രിയെ സംഗീതം പഠിപ്പിക്കുവാൻ വേണ്ടി ആദ്യമായി തൊടുപുഴയിലെത്തി. 1967 MB ഗോപാലകൃഷ്ണൻ നായരുടെ നിർദ്ദേശപ്രകാരം കോതമംഗലം രൂപതയുടെ കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ സംഗീത അധ്യാപകനായി നിയമിതനായി. ഗോപാലകൃഷ്ണൻ നായർ സാറ് എന്ന് പറയുന്ന മുമ്പിലത്തെ തഹസീൽദാരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കരിമണ്ണൂർ സ്കൂളിൽ ജോലിയായിട്ട് സർവീസ് ആരംഭിക്കുന്നത്. പണ്ട് സംഗീതത്തിന് വേണ്ടി മാത്രം സംഗീതം പഠിച്ചുകൊണ്ടിരുന്നു. ഇന്ന് എല്ലാം ഈ രക്ഷകർത്താക്കൾക്കാണെങ്കിലും ഈ കുട്ടികളെ മത്സരത്തിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് മാറിയിരിക്കുക. 1969 മാർച്ചിൽ പന്നൂർ പുതിയ പറമ്പിൽ നീലകണ്ഠൻ നായരുടെയും പാറുക്കുട്ടിയമ്മയുടെയും മകൾ തങ്കമ്മയെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഗാനപ്രിയ, രസികപ്രിയ, ശ്യാമപ്രിയ എന്നീ 3 മക്കളുണ്ട്. പരേതനായ ജയകുമാർ, CA ഷാജുകുമാർ, MS സുമോദ് എന്നിവർ മരുമക്കളാണ്. പന്നൂരിൽ സ്ഥിരമായി താമസിക്കുന്നു. 53 വർഷത്തെ ശിക്ഷകണങ്ങൾ ഇന്ന് സംഗീത മേഖലയിൽ തിളങ്ങി നിൽക്കുന്നു. 10-12 വർഷത്തോളം സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് മാർക്കിടാൻ പോയിട്ടുണ്ട്. അവിടെ എല്ലാം ഇതിൻ്റെ പാഠങ്ങൾ ഞാൻ വളരെയധികം പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പോരായ്മകൾ, ഈ സംഗീതം പഠിക്കുന്നതിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കാൻ ഈ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിനെ കൊണ്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഞാൻ പഠിച്ച പാഠങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് മുമ്പോട്ട് പോവുക. ഇന്ന് തൊടുപുഴ താലൂക്കിൽ ഒരു 10-25 കുടുംബങ്ങളെങ്കിലും ഈ സംഗീതം പഠിച്ചത് വഴി പിന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ജീവിതത്തിൽ അവർക്ക് ഒരു രക്ഷപ്പെടൽ ഉണ്ടായിട്ടുണ്ട്. 80ാം പിറന്നാൾ ആഘോഷം മെയ് 17 രാവിലെ 10:30 പന്നൂർ ശ്രീവരാഹ ഓഡിറ്റോറിയത്തിൽ മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ജഡ്ജി അരവിന്ദ് ബാബു മുഖ്യ പ്രഭാഷണം നടത്തും. തൃശൂർ ജില്ലാ കളക്ടർ MS ജയ അധ്യക്ഷത വഹിക്കും. കത്തോലിക്ക കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു പറയനിലം, നെടുമങ്ങാട് ശിവാനന്ദൻ, പാറശാല രവി, NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള, വൈസ് പ്രസിഡന്റ് തട്ടക്കുട രവി, റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ KA പൈലി, തിരുവിഴ ശിവാനന്ദൻ, പത്മനാഭക്കുറുപ്പ്, രാധാകൃഷ്ണൻ ഇരഞ്ഞിയൽ, AN ദിലീപ് കുമാർ, ഗാനപ്രിയ, ശ്യാമപ്രിയ തുടങ്ങിയവർ പ്രസംഗിക്കും. ആഘോഷ പരിപാടികളുടെ ഭാഗമായി രാവിലെ 9 സംഗീത കച്ചേരിയും ഒരുക്കിയിട്ടുണ്ട്. RLB സംഗീത കോളേജ് പ്രിൻസിപ്പൽ താമരക്കാട് ഗോവിന്ദൻ നമ്പൂതിരി വോക്കൽ, നെടുമങ്ങാട് ശിവാനന്ദൻ വയലിൻ, സ്വാതി തീരുന്നാൾ സംഗീത കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ പാറശാല രവി മൃദംഗം തുടങ്ങിയവർ സംഗീത കച്ചേരിയിൽ പങ്കെടുക്കും. തൊടുപുഴ പാലാ റോഡിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം റോഡ് ടൈൽ പാകി ഗതാഗത യോഗ്യമാക്കുന്നതിനുള്ള പണികൾ ആരംഭിച്ചു. പണികൾ നടക്കുന്നതിനാൽ തൊടുപുഴയിൽ ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത 18 വരെ ഇതുവഴി ഗതാഗതം ഉണ്ടാകില്ലെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പാലാ റോഡിൽ ബസ് സ്റ്റാൻഡ് ജംഗ്ഷന് സമീപം റോഡ് എന്നും തകർന്നു കിടക്കുന്നത് വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും വലിയ ദുരിതമായിരുന്നു. IMA റോഡ് ജംഗ്ഷനിൽ മഴക്കാലമായാൽ റോഡ് വലിയ ഗർത്തമായി മാറിയിരുന്നു. വർഷങ്ങളായി വലിയ ദുരിതത്തിലായിരുന്ന ജനങ്ങൾക്ക് റോഡ് ടൈൽ പാകി മനോഹരമാകുന്നത് ഏറെ ആശ്വാസമാകും. ഇതോടൊപ്പം പാലാ റോഡിൽ റിവർവ്യൂ ജംഗ്ഷനിലും മഴക്കാലത്ത് വലിയ ഗർത്തം രൂപപ്പെട്ടിരുന്നു. ഇവിടേക്കും ടൈൽ പാകുന്നതിനുള്ള കരാർ നൽകിയിട്ടുണ്ടെന്ന് പൊതുമരാമത്ത് അധികൃതർ വ്യക്തമാക്കി. പാലാ റോഡിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മുതൽ മണക്കാട് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് മഴക്കാലമായാൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാക്കണമെന്ന ആവശ്യത്തിന് ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ ഓട വലുതാക്കി വെള്ളമൊഴുക്ക് സുഗമമാക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ഗതാഗതക്കുരുക്കും രൂക്ഷമായിരിക്കുകയാണ്. പകൽ നഗരം മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽ അകപ്പെടാറുണ്ട്. VBC ന്യൂസ് തൊടുപുഴ. നേതാജി സോഷ്യലിസ്റ്റ് ഫോറം നേതൃത്വത്തിൽ പെരുമ്പിള്ളിച്ചിറയിൽ ധർണ നടത്തി. പെരുമ്പിള്ളിച്ചിറ ഏഴല്ലൂർ റോഡ് അടിയന്തരമായി ഓടകൾ പുനരുദ്ധരിച്ച് വീതി കൂട്ടി ഉടൻ ടാറിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ടാണ് ധർണ നടത്തിയത്.
ഏഴലൂർ മെഡിക്കൽ കോളേജിലേക്ക് രോഗികളെ എത്തിക്കാൻ കഴിയുന്നില്ലെന്നും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും സമീപവാസികൾക്കും ഇതുവഴി വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നും ഫോറം ഭാരവാഹികൾ ആരോപിച്ചു. ധർണ നേതാജി സോഷ്യലിസ്റ്റ് ഫോറം സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് കുറ്റിയാനി XMLA ഉദ്ഘാടനം ചെയ്തു. ഓട്ടോറിക്ഷ ഉപയോഗിച്ചോ മാത്രമേ ഈ പ്രദേശത്ത് ചികിത്സാ സൗകര്യത്തിൽ രോഗികൾക്ക് എത്തിച്ചേരാൻ കഴിയും. അങ്ങനെയുള്ള ദുർഘടമായ ഈ പ്രദേശത്ത് ഉള്ള ഗതാഗത സൗകര്യം പോലും വേണ്ടത്ര മതിയായ നിലയിൽ, ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ നിലയിൽ, ജനങ്ങൾക്ക് വേഗതയിൽ എത്തത്തക്ക നിലയിലുള്ള യാത്രാ സൗകര്യം പോലും ഇന്നിവിടെ ഇല്ല. പരിമിതമായുള്ള ഈ റോഡ് അത് കുണ്ടും കുഴിയുമായി ഗതാഗത സൗകര്യം തീരെയില്ലാത്ത നിലയിൽ ഇന്ന് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പണി നടത്തേണ്ടത് മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ PWDയും സഹകരിച്ചാണ്. അതിൻ്റെ വേണ്ട നിലയിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏക ആശ്രയമായ തൊഴിലത്തെ മുനിസിപ്പാലിറ്റിയാണ്. നമ്മുടെ നാട്ടുകാരായ മുനിസിപ്പൽ കൗൺസിലർമാർ, എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ സ്നേഹിതനായിരുന്ന മുഹമ്മദ് കുഞ്ഞിനമ്മയുടെ മകൻ ആരിലാണ് ഇപ്പോൾ അതിൻ്റെ ചെയർമാൻ. തീർച്ചയായും ഇവിടുത്തെ പാവപ്പെട്ടവരുടെ കാര്യങ്ങൾ നോക്കാൻ ബാധ്യസ്ഥനായ ഒരു വ്യക്തിയാണ് ഇതിൻ്റെ മുനിസിപ്പൽ ചെയർമാൻ എന്ന വസ്തുത ഞാൻ മറക്കത്തില്ല. അങ്ങനെ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചവരാണ് എന്ന വസ്തുത ഞാൻ ചൂണ്ടിക്കാണിക്കാൻ മടിക്കുന്നില്ല. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ. നേതാക്കളായ KM സുബൈർ, VS സെയ്ദു മുഹമ്മദ്, സുഹ്ര തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. PWD എഞ്ചിനീയർ, മുനിസിപ്പൽ സെക്രട്ടറി, പൊതുമരാമത്ത് മന്ത്രി എന്നിവർക്ക് നിവേദനം കൊടുത്തിട്ടും നടപടിയില്ലാത്തതിനാലാണ് പ്രതിഷേധ ധർണ നടത്തിയത്. ഇതോടൊപ്പം മുഖ്യമന്ത്രിക്ക് മെമ്മോറാണ്ടം അയക്കാനുള്ള ഒപ്പുശേഖരണവും നടന്നു. കാളിയർ എസ്റ്റേറ്റിൽ കൗതുക കാഴ്ചയായി എത്തിയ കലമാൻ കിണറ്റിൽ വീണ് ചത്തു. വനപാലകർ വനത്തിലേക്ക് ഓടിച്ചു കയറ്റുന്നതിനിടെ ഭയന്നോടിയ കലമാൻ കിണറ്റിൽ വീഴുകയായിരുന്നു. വനപാലകരുടെ അശ്രദ്ധയും പക്വതക്കുറവുമാണ് മാനിന്റെ ജീവൻ നഷ്ടപ്പെടാനിടയായത്. കാളിയാർ എസ്റ്റേറ്റിൽപ്പെട്ട തെന്നത്തൂർ ബംഗ്ലാംകുന്ന് ഭാഗത്താണ് ബുധനാഴ്ച രാവിലെ മുതൽ മ്ലാവ് ഇനത്തിൽപ്പെട്ട കലമാനിനെ കാണപ്പെട്ടത്. രാവിലെ എസ്റ്റേറ്റിൽ ജോലിക്കെത്തിയവരാണ് കലമാനിനെ ആദ്യം കണ്ടത്. ഇതറിഞ്ഞ് കാഴ്ചക്കാരും കൂടിയിരുന്നു. സമീപവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനപാലകരും എത്തി. നാട്ടുകാർക്കൊപ്പം വനപാലകരും കാഴ്ചക്കാരായി കുറേ നേരം നിന്നു. ഇതിനുശേഷം വനത്തിനകത്തേക്ക് ഇതിനെ ഓടിച്ചു കടത്താൻ വനപാലകർ ശ്രമിച്ചതാണ് ഇവയുടെ ജീവൻ നഷ്ടപ്പെടുത്തിയത്. പരിഭ്രമിച്ച കലമാൻ തോന്നും വഴിയെല്ലാം മൂടി അവസാനം കിണറ്റിൽ വീഴുകയായിരുന്നു. കിണറ്റിൽ വീണ മാനിനെ രക്ഷിക്കാനും വനപാലകർക്ക് കഴിഞ്ഞില്ല. അപൂർവമായി കാണാൻ കഴിയുന്ന കലമാൻ രാവിലെ മുഴുവൻ നാട്ടിൻ പ്രദേശത്ത് ചുറ്റിത്തിരിഞ്ഞിട്ടും അതിനെ സുരക്ഷിതമായി വനത്തിലെത്തിക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞില്ല. IUCN ചുവന്ന പട്ടിക പ്രകാരം നാശോന്മുഖമായേക്കാവുന്ന ജീവികളുടെ പട്ടികയിൽ പെടുന്നവയാണ് കലമാൻ. കേരളത്തിലെ വനങ്ങളിലാണ് ഇവ കൂടുതലായും കാണപ്പെടുന്നത്. കലമാന് കൊതിതീരുവോളം കണ്ട ശേഷം അതിന്റെ മരണത്തിനും സാക്ഷിയായി വന്യമൃഗങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ള വനപാലകരും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് BBC. ഇടുക്കി ജില്ലാ ജൂനിയർ സബ് ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പ് വണ്ടമറ്റം അക്വാറ്റിക് സെന്ററിൽ നടന്നു. ദേശീയ ഗെയിംസിൽ നീന്തലിൽ 6 സ്വർണവും 3 വെള്ളിയും കരസ്ഥമാക്കിയ സാജൻ പ്രകാശിന്റെ മുത്തശ്ശി ത്രേസ്യമ്മ ജോൺ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 80-ൽ പരം കുട്ടികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു. സെക്രട്ടറി ബേബി വർഗീസ് മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. ഇന്ന് അനേക കുഞ്ഞുമക്കൾ അവിടെ വന്നിരിക്കുകയാണ്. ഈ നീന്തൽക്കുളത്തിൽ നിന്ന് അവർ നീന്തി ഉയരങ്ങളിലേക്ക് ഉയർന്ന് നല്ല പൊൻമുത്തുകൾ മുങ്ങിയെടുക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഒരു നന്മയുടെ പടവുകൾ താണ്ടി ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ആ മാതാപിതാക്കളെയും മക്കളെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ടും ഈ സാറിനെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർമ്മിക്കാം. ഇങ്ങനെയൊരു സൗകര്യം നമ്മുടെ ഇടുക്കി ജില്ലയിൽ വേറെ ഒരിടത്തും ഉള്ളതായിട്ട് എനിക്കറിയില്ല. അപ്പം ഇതിൻ്റെ കടിഞ്ഞാൻ ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സാറിനെയും നമുക്ക് നന്മയുടെ പാതയിലേക്ക് തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ഉദ്ഘാടനം ചെയ്യുവാനൊന്നും പ്രതീക്ഷിച്ചിരുന്നതല്ല. എങ്കിലും ഇന്ന് ഇത് അവസരത്തിൽ വന്ന് ചേരുവാനും നിങ്ങളോടൊപ്പം ഒരാളായി തീരുവാനും എനിക്കും കൃപ